ഹലോ ഗൈസ്, ആക്ച്വലി ഞാൻ അങ്ങനെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. ഇതുവരെ ഒരു എവിക്ഷനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് ടു സീ ദിസ് അബൌട്ട് ആര്യൻസ് എവിക്ഷൻ. ഇറ്റ് വാസ് ക്ലിയർലി ആൻ അൺഫെയർ എവിക്ഷൻ. അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് എ ഗെയിമർ ആര്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമറായിരുന്നു. അവിടെയുള്ള എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു ഗെയിമറാണ്. ആൻഡ് ടോപ്പ് 5 എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഇരുന്ന ഒരു ഗെയിമറാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എവിക്ട് ആകണമെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം, നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ആണ്. ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട്. ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും മുക്കിയിട്ടും ജയിൽ നോമിനേഷനിൽ പുറത്തു വന്ന സിനാരിയോസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് നെവിൻ ആ മണി ബോക്സ് എടുക്കുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് എനിക്കിത് പറയണം എന്ന് തോന്നി. എസ്പെഷ്യലി അബൌട്ട് ആര്യൻസ് എവിക്ഷൻ. ആര്യൻ ടോപ്പ് 5 വരാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു. ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരാളായിരുന്നു ആര്യൻ. ആര്യനേക്കാൾ മുന്നേ എവിക്റ്റായി പോകേണ്ട പല ആളുകളും അതിൻ്റെ അകത്ത് നിന്നിട്ടും ആര്യൻ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി ബിക്കോസ് ഓഫ് PR സ്റ്റണ്ട്. ദയവേത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും PR സ്റ്റണ്ടിൽ നിങ്ങൾ വീടരുത്. നിങ്ങൾക്ക് നല്ലൊരു വിന്നർ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ബുദ്ധിപൂർവ്വം വോട്ടിങ്ങിന് യൂസ് ചെയ്താൽ നല്ലൊരു വിന്നറിന് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും PR ബേബി കപ്പെടുക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. താങ്ക് യു സോ മച്ച്. ബൈ.